കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേറുടിയിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവുന്നുവെന്ന്. വചനത്തിൻ്റെ ശക്തി. ഈ വചനം ജീവൻ തരുന്നതാണ്. ഈ വചനം ചൈതന്യം തരുന്നവരാണ്. ഇന്ന് ചൈതന്യം കെട്ടുപോയവരാരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷേ മനസ്സും വാടി, മുഖവും വാടി, ജീവിതത്തിൽ വാട്ടം അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്, അനേകരുണ്ട് നമ്മുടെ ചുറ്റുപാട്. വാടിപ്പോയ ജീവിതങ്ങൾ, തളർന്നുപോയ ജീവിതങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കട്ടെ, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്ന് ഓർക്കണം. കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനപ്പുറം പുഞ്ചിരിയുള്ള കാലം വരുന്നുണ്ടെന്ന് ഓർക്കണം. അതൊരു പാട്ടിൻ്റെ ആദ്യ ഭാഗമാണ്. ഇല പൊഴിയുന്നൊരു കാലം, ഇല്ലേ? ഇലകൾ പൊഴിഞ്ഞു പൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഇല പൊഴിയുന്ന കാലം. എല്ലാവരും വിചാരിക്കും, ഓ ഇല പൊഴിഞ്ഞു, ആ മരം ഉണങ്ങിപ്പോയി എന്ന്. നമ്മളും വിചാരിക്കും ആ മരം ഉണങ്ങിപ്പോയി എന്ന്. എന്നാൽ ഇല്ല പ്രിയരെ, ഉണങ്ങിപ്പോവുകയില്ല. ഇല പൊഴിയുന്ന കാലം കഴിഞ്ഞതിന് ശേഷം തളിരണിയെന്നൊരു കാലം തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞത് മരത്തെക്കുറിച്ചോ അതിൻ്റെ ഇലപൊഴിച്ചലിനെ കുറിച്ചോ അല്ല പറയുന്നത്. മകനെ, നിന്റെ ജീവിതം ചില കാലഘട്ടങ്ങളിൽ തളർച്ചയുടെയും വാടിപ്പോകുന്നതിൻ്റെ അനുഭവത്തിലൂടെ പോയതായിരിക്കാം. എന്നാൽ പുത്തൻ നാമ്പുകൾ കിളിർപ്പിച്ചു തരുന്നൊരു യേശുവുണ്ട്. യേശുവുണ്ട്. യേശു വന്നാൽ ജീവിതം പുതുക്കം പ്രാപിക്കും. എത്രയോ മനുഷ്യ ജീവിതങ്ങളിൽ, വേദപുസ്തകത്തിൻ്റെ താളുകളിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല, എത്രയോ മനുഷ്യ ജീവിതങ്ങളിൽ കർത്താവ് ഈ പുത്തൻ നാമ്പുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടി ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചു. പത്രോസിൻ്റെയും കൂട്ടാളികളുടെയും കാര്യമാണ് പറഞ്ഞത്. ഒരു പൊടിച്ചു മീൻ പോലും വലയിലോ പടകിലോ കയറാതെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ടിരുന്ന പാവപ്പെട്ട മുക്കുവ തൊഴിലാളികളുടെ പടക് നിറയെ മീൻ, വല നിറയെ മീൻ. അതൊരു അത്ഭുതമല്ലേ? അതേ പ്രിയരെ, യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ആദ്യ ഭാഗങ്ങളിലെല്ലാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കബറടക്കത്തെക്കുറിച്ചും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന് പേരിട്ടു നിത്യനായ ദൈവം. പ്രവാചകനിലൂടെ അത് നമുക്ക് എഴുതി വെച്ചു. എന്താണത്? നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്ന് പേർ വിളിക്കുമെന്ന്. അതെ, യേശുവിൻ്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്ന്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു വകുപ്പ് കേട്ടിട്ടുണ്ടോ? അത്ഭുതം പ്രവർത്തിക്കുന്ന വകുപ്പ്. അത് നമ്മുടെ യേശുവിനേ ഉള്ളൂ. അത്ഭുതം പ്രവർത്തിക്കുന്ന മന്ത്രിയെക്കുറിച്ച് നാം ആരും കേട്ടിട്ടില്ല, കേൾക്കാൻ പോകുന്നില്ല. ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്. മകളെ, ആ അത്ഭുത മന്ത്രി നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ നിന്റെ ജീവിതത്തോട് വാദിക്കുകയാണ്. നീ നിന്റെ ജീവിതം ഈ അത്ഭുത മന്ത്രിയുടെ കരങ്ങളിലേക്ക് കൊടുത്താൽ ബുദ്ധിക്കതീതമായി, ചിന്തയ്ക്കതീതമായി, സ്വപ്നം കാണുന്നതിന് അതീതമായി അത്ഭുതം മകനെ, പ്രിയമകളെ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. യേശുവിന് കഴിയും. ഈ അത്ഭുതം കണ്ടപ്പോൾ ശീമോൻ പത്രോസിന്റെ കൂടെയുള്ളവർക്കും സംഭ്രമം പിടിച്ചു. അതെ, നമുക്ക് നമ്മുടെ ജീവിതം നോക്കി തന്നെ അത്ഭുതം കൂറുമാറ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നുവെന്ന്. ഇല്ലേ? പലർക്കും അത്ഭുതമായി നമ്മുടെ ജീവിതത്തെ തീർക്കുന്ന ഒരു ദൈവമുണ്ട്. എളിയവരായ ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. എൻ്റെ സഹോദരൻ നേതൃത്വം കൊടുത്ത് നടത്തുന്ന മൂവാറ്റുപുഴയുള്ളതായ സ്ഥാപനം, അത് ഏതാണ്ട് 14,500ഓളം എംപ്ലോയീസ് ജോലി ചെയ്യുന്ന, അനേക രാജ്യങ്ങളിലുള്ള, ഇന്ത്യയിൽ തന്നെ അനേകം ബ്രാഞ്ചുകളുള്ള, ഏഷ്യയിലെ തന്നെ 1ാമത്തതും വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റുമായ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലാണ് ഞാനും എൻ്റെ സഹോദരനോടൊപ്പം ജോലി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, എന്നാൽ ഞങ്ങളുടെ ജീവിതം എത്രയോ അധപ്പതിച്ചതായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന്,
ഒരു നല്ല വസ്ത്രത്തിന് കൊതിച്ച ബാല്യകാലം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഈ നസ്രായനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ഈ അത്ഭുതമന്ത്രിയായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ അമ്മയും എൻ്റെ പിതാവും ഞങ്ങൾ സഹോദരങ്ങളും കുടുംബമായി ഞങ്ങളുടെ തകർന്ന ജീവിതം യേശുവിന് കൊടുത്തു. ഒന്നുമില്ലാത്ത ജീവിതം യേശുവിന് കൊടുത്തു. ശൂന്യമായ പടക യേശുവിന് കൊടുത്തു. ഒന്നും ഉണ്ടായിരുന്നില്ല. അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ദുഃഖിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അനേകം ശാപങ്ങൾ നിറഞ്ഞായിരുന്നു ഞങ്ങളുടെ കുടുംബം. അനേകം ബന്ധനങ്ങളും അനേകം രോഗങ്ങളും എല്ലാം പട്ടിണിയും എല്ലാമായി കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബം യേശു ഞങ്ങളുടെ നാഥനായി പത്രോസിൻ്റെ പടകിലേക്ക് എഴുന്നള്ളി വന്ന ക്രിസ്തു ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഞങ്ങളുടെ ജീവിതം യേശു മാറ്റി. ഇന്ന് ഞങ്ങൾ പലർക്കും ഒരു അത്ഭുതമാണ്. പലർക്കും. കർത്താവിന് സ്തോത്രം. APJ അബ്ദുൽ കലാം, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ അവാർഡ് എൻ്റെ സഹോദരൻ ഏറ്റുവാങ്ങുമ്പോൾ ഈ വാക്കുകൾ ഞങ്ങളെ കുപ്പയിൽ നിന്നുയർത്തിയ യേശുവിനെ കുറിച്ച് പറയുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയും. കാരണം യേശുവാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിയത്. ഈ തിരുവചനമാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിയത്. എൻ്റെ പിതാവ് മാനസിക രോഗത്തിന് 12 ഗുളിക കഴിച്ചുകൊണ്ടിരുന്നയാളാണ്. കറണ്ട് അടുപ്പിച്ചിട്ടും രോഗം മാറാതെ, അനേക കാര്യങ്ങൾ ചെയ്തിട്ടും രോഗം മാറാതെ വലിഞ്ഞിരുന്നപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിനു മുമ്പാകെ ചെന്നെത്താൻ ഞങ്ങൾക്ക് ഇടയായത്. ഇന്ന് 45 വർഷത്തോളമായി ഒരു ഗുളിക പോലും കഴിക്കാതെ സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു. 87 വയസ്സായി. അമ്മയ്ക്ക് 85 വയസ്സായി. അവർ ഇന്നും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ഹാളിൽ എല്ലാ 2ാം വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ 6 മണി വരെ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്. എൻ്റെ പിതാവും എൻ്റെ മാതാവും വൈകുന്നേരം 5:30 ആകുമ്പോഴേക്കും വരും. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് പോവുകയില്ല. ഞങ്ങളെല്ലാം ഈ ചർച്ചിലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനാ ഹാളിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 7 മണിയോ 7 ആകുമ്പോൾ 12, 13, 13.5 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് അവർ പോകുന്നത്. പ്രായമുണ്ട്, പ്രായത്തിൻ്റെതായ പ്രയാസമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനം അവരെ ബലപ്പെടുത്തുന്നു. വചനത്തോട് ദാഹം അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുത്തിരിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു. നിങ്ങളുടെ പടക് നിറച്ചു തരാൻ യേശുവിന് കഴിയും. ശൂന്യമായി നിങ്ങളുടെ കൈകൾ നിറയ്ക്കാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ പേഴ്സ് ശൂന്യമാണോ? അത് നിറച്ചു തരാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമില്ലേ? സമാധാനം നിറച്ചു തരാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യമില്ലേ? ഭാര്യയും ഭർത്താവും ഐക്യമില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കഴിയുകയാണോ? നിങ്ങളുടെ ജീവിതത്തെ ഐക്യമുള്ളതാക്കി തീർക്കാൻ യേശുവിന് കഴിയും. കഴിഞ്ഞ 31 വർഷമായി കുടുംബജീവിതം തുടങ്ങിയിട്ട് ഞങ്ങൾ, പക്ഷേ സ്വർഗ്ഗതുല്യമായൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവിനെ ഞങ്ങൾ ഉയർത്തുന്നു, കർത്താവിനെ സാക്ഷിക്കുന്നു. ഇവിടെ നാം എന്താണ് കണ്ടത്? അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചു. അയ്യോ, എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു? അയ്യോ, ഞങ്ങൾ ഇതിനൊന്നും അർഹരല്ലല്ലോ. വലിയൊരു സംഭ്രമം പിടിച്ചിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. 10-ാം വാക്യം, ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവർക്കും അത്ഭുതം ഉണ്ടാകും. അബ്രഹാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറ പറഞ്ഞു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവർ പോലും എന്നെ ചൊല്ലി ചിരിക്കുമെന്ന്. നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പലർക്കും ഒരു അത്ഭുതമാക്കി നമ്മെ തീർക്കും. പലരുടെയും മുമ്പിൽ ഒരു സാക്ഷിയാക്കി നമ്മെ കർത്താവ് നിർത്തും. അവരെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറയാൻ തക്കവണ്ണം, ഇതാ യഹോവയാൽ അനുഗ്രഹിച്ച സന്തതി എന്ന് നമ്മെക്കുറിച്ച് പറയാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതം മാറ്റും. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? മകനെ, എന്നിട്ട് രോഗം കർത്താവ് മാറ്റും. ഡോക്ടർ പറഞ്ഞു, ഡേയ്സ് ആർ നമ്പേർഡ്. ജീവിതം തീരാറായി, ഇനി വീട്ടിൽ കൊണ്ടുപോക്കോ, എല്ലാവരെയും കാണിച്ചോ, ഇനി സാധ്യതയില്ല എന്ന് ഡോക്ടർ പറയും. പക്ഷേ കർത്താവ് നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരും. പലരും പറയും, തീർന്നു, ജപ്തി നോട്ടീസ് അയച്ചു കഴിഞ്ഞു ബാങ്കുകാർ, ഇനി സാധ്യതയില്ല. എന്നാൽ നീ വായ്പ വാങ്ങുകയല്ല, നീ അനേകർക്ക് വായ്പ കൊടുക്കുന്നവനാക്കി കർത്താവ് നിന്നെ തീർക്കും. വായ്പ വാങ്ങാൻ ഒരു കാലത്ത് കൈ നീട്ടിയവനാണ്, പക്ഷെ അനേകർക്ക് കൊടുക്കുന്നവനാക്കി ദൈവം തീർക്കും. അതാണ് എൻ്റെ കർത്താവിൻ്റെ അത്ഭുതം. അതാണ് എൻ്റെ കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാക്കി തീർക്കാൻ കഴിയും. നൂറ്റാണ്ടുകളായി അബ്രഹാമിന്റെ ഭാര്യയായി സാറ ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയിട്ട്, പക്ഷേ ഇന്നും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന്. സാറായ്ക്ക് 90-ാമത്തെ വയസ്സിൽ ഒരു മകനെ കൊടുത്തു, ഇസ്ഹാക്കിനെ. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ മകനെ കിട്ടി, ഇസ്ഹാക്കിനെ. അതെ, ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒരുപക്ഷെ താമസിച്ചു പോയി എന്നുള്ളതുകൊണ്ട്
ദൈവം നിങ്ങളെ അവഗണിക്കുന്നതല്ല. നിങ്ങൾ മടുത്തു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇതെല്ലാം വചനമാണ്. മടുത്തു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു പ്രാവശ്യം പ്രാർത്ഥനായോഗത്തിന് പോയി, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലല്ലോ, ഒന്നും കാര്യമില്ല. അങ്ങനെ ചിന്തിക്കരുത്. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ലഭിക്കുവോളം പ്രാർത്ഥിക്കുക, കിട്ടിയേ അടങ്ങൂ എന്നുദ്ദേശിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, തളരാതെ പ്രാർത്ഥിക്കുക. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. വരും പ്രിയരെ, ദൈവം കരുണ കാണിക്കാതിരിക്കുകയില്ല. നാം അവിശ്വസ്തരെങ്കിൽ അവൻ വിശ്വസ്തനാണ്. നാം ഒരു പടി വെച്ചാൽ കർത്താവ് 100 പടി നിങ്ങളുടെ അടുക്കിലേക്ക് വയ്ക്കും. ഈ നല്ല സമയം ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ പരിശ്രമിക്കട്ടെ. നിങ്ങൾ എന്തു പറയുന്നു? ഈ നല്ല യേശു സംഭ്രമം പിടിക്കുവാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിക്കാൻ കഴിവുള്ള, ആത്മീയമായും ഭൗതികമായും നമ്മെ അനുഗ്രഹിക്കാൻ കഴിവുള്ള യേശുവിൻ്റെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്. മറ്റൊന്നും വേണ്ട. യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഭാവിയെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ യേശുവിനോട് ചേർന്ന് ഇനിയുള്ള കാലം ജീവിക്കും. ഈ സമർപ്പണത്തോടെ നിങ്ങൾ മുന്നോട്ട് വരൂ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് എല്ലാവരെയും നടപടിയായി അനുഗ്രഹിക്കും.